ഹായ് ഹലോ, അടുത്ത ചോദ്യം നോക്കിക്കോ. ഇത് ഏത് ടോപ്പിക്കാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ന്യൂക്ലിയർ ചാപ്റ്റർ ആണ്, അതിലെ റേഡിയോ ആക്ടിവിറ്റി ആണ്. എനിക്കൊന്ന് ബോർഡ് എക്സാമിനൊക്കെ ഈ ഒരു പോർഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ അത് എക്സാമിന് എൻട്രൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ. അപ്പോൾ ഈ +1 +2 ഒരു ഡിലീഷനും IIT-JEE അഡ്വാൻസിനെ ബാധിക്കുന്നില്ല. ഇവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈഡ് X from t equal to 0 at a constant rate of alpha per second. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ആൽഫ റേറ്റിൽ, ഒരു സെക്കൻഡിൽ ആൽഫ എന്നുള്ള റേറ്റിൽ റേഡിയോ ആക്റ്റീവായ ന്യൂക്ലിയൈഡുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ടാങ്കിലേക്ക് വെള്ളം വീഴുന്ന പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സാധാരണത്തെ ചോദ്യങ്ങളിൽ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ഇനീഷ്യലി ഒരു എമൗണ്ട് അങ്ങോട്ട് തരും, പിന്നീട് സപ്ലൈ ഒന്നുമില്ല. ഇനീഷ്യലി തരും, അതിൽ നിന്നാണ് ഡിസഇൻറ്റഗ്രേഷൻ തരുന്നത്. അങ്ങനെ ഡിസഇൻറ്റഗ്രേഷൻ വരുമ്പോൾ നമ്മൾ ഈ ആക്റ്റീവ് ന്യൂക്ലിയയുടെ റേറ്റിനെ dN/dt നമ്മൾ -λN എന്നാണ് എഴുതാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സപ്ലൈയും ഉണ്ട്, അതേ സമയത്ത് സപ്ലൈയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവിടെ പോകുന്നുണ്ട്, സപ്ലൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ്റിലെ ആക്റ്റീവായ ന്യൂക്ലിയയുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? റേറ്റ് ഓഫ് ആക്റ്റീവ് ന്യൂക്ലിയൈ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ റേറ്റ് ആണ് dN/dt ആൻഡ് ദാറ്റ് ഈസ് ആൽഫ മൈനസ് λN. അവിടെ ഇൻകമിങ് ആണ് ആൽഫ, ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ് λN. ഇതാണ് അതിൻ്റെ റേറ്റ്. ഇതിൽ നിന്ന് നമുക്കൊരു ഇൻസ്റ്റൻറ്റിലെ ന്യൂക്ലിയയുടെ എണ്ണം കണ്ടുപിടിക്കണം. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എത്ര ന്യൂക്ലിയ ഉണ്ട് എന്ന് അറിഞ്ഞാൽ അതിൽ എത്ര ഡിസഇൻറ്റഗ്രേഷൻ ഉണ്ടാവും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. വി ക്യാൻ റീഅറേഞ്ച് ഇറ്റ് ലൈക്ക്, ഒന്ന് ചെറുതാക്കിക്കോട്ടെ. ന്യൂക്ലിയസ് ഒക്കെ വളരെ ചെറുതല്ലേ, അപ്പം ഇതും ചെറുത് മതി. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇൻ്റഗ്രൽ 0 to a particular number n, this is dN divided by alpha minus λN equal to dt. That should be integrated from 0 to t. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ലോഗ് n അല്ലേ. ദിസ് ഈസ് ലോഗ് ഓഫ് ആൽഫ മൈനസ് λN ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് മൈനസ് λ, ബിക്കോസ് ആൽഫയും എന്നും അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോറി, ആൽഫയും ലാംഡയും അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ ദിൽ ഗിവ് യു മൈനസ് λ ഈക്വൽ ടു, യു വിൽ ഗെറ്റ് ദിസ് എസ് t. ഒന്നുകൂടെ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ്സ് ആർ ഫ്രം 0 to n. സോ ഇഫ് യു അപ്ലൈ ദ ലിമിറ്റ്, ദിസ് വിൽ ഗിവ് ലോഗ് ഓഫ് ആൽഫ മൈനസ് λN മൈനസ് ലോഗ് alpha n equal to 0, so that is log alpha equal to minus lambda t. This is log a minus b, log a by b ആണ്. So they'll give you log of alpha minus lambda n by alpha equal to minus lambda t. You take a antilog on both the sides. This will give you alpha minus lambda n by alpha equal to e raised to minus lambda t. Okay, I want n. So this is nothing but 1 minus lambda n by alpha equal to e raised to minus lambda t, or lambda n by alpha equal to 1 minus e raised to minus lambda t, or n equal to alpha by lambda into 1 minus e raised to minus lambda t. This is the equation of ആക്റ്റീവ് നമ്പർ ഓഫ് ന്യൂക്ലിയ അറ്റ് എനി ഇൻസ്റ്റന്റ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഇത്രയും ന്യൂക്ലിയ ആണ് ഉള്ളത്. ആ ന്യൂക്ലിയ ആണ് ഡിസഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആക്ടിവിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ്? ദറ്റ് ഈസ് ലാംഡ ഇൻറ്റു n ആണ്. ആൻഡ് ദാറ്റ് ആക്ടിവിറ്റി ഈസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ ടി. യു ഗോട്ട് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര എണ്ണമാണ് ഡിസഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതാണ് ആക്ടിവിറ്റി.
ഒരു ആറ്റം ഒരു ന്യൂക്ലിയർ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം അതുണ്ടാകുന്ന ഈച്ച് ഡീകെ പ്രൊഡ്യൂസസ് വായിക്കൂ ഈച്ച് ഡീകെ പ്രൊഡ്യൂസസ് എനർജി E0. അങ്ങനെയാണെങ്കിൽ ഇതിലെ റേറ്റ് ഓഫ് എനർജി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? റേറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ, റേറ്റ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഇൻ ടു E0 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആക്ച്വലി ഞാൻ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഡി എനർജി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി ഇൻറ്റു E0 ചെയ്താൽ മതി. ഒരെണ്ണത്തിന് E0, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ E0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ ടി. ദിസ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇനി ഈ എനർജി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിസ് എനർജി ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ്. കൂളൻ്റ് ആണത്, കൂളൻറ്റിലേക്കാണ് പോകുന്നത്, കൂളൻ്റ് എടുക്കുന്നു. അപ്പോൾ കൂളൻറ്റിൻ്റെ എന്താ സംഭവിക്കുന്നത്? ഡി ബൈ ഡി ടി ബിക്കംസ് ഇറ്റ്സ് ഡി ക്യു ബൈ ഡി ടി. dq by dt is nothing but what? It is ms into dt by dt, where the last term is the rate of change in temperature. That's what they want. Rate of increase of temperature. That's what our dt by dt is. So what is dt by dt? That is 1 by ms into d by dt, which is 1 by ms into alpha E0 1 minus e raised to minus lambda t. This is your final answer. The rate of rise in temperature is given by this expression. And now check which option is that expression. 1 by ms e alpha E0 1 minus. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ is the right answer. സോ ദിസ് ഇസ് ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഈ പോർഷനൊന്നും അങ്ങനെ എല്ലാ കുട്ടികളും പഠിക്കില്ല എന്നുള്ളതാണ്. ബട്ട് അഡ്വാൻസിൽ എഴുതുന്ന കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ പഠിച്ചിരുന്നോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ദാറ്റ്സ് എ പോയിന്റ്.